അതായത് ശരിക്ക് റംസാൻ നോമ്പ് നോക്കുന്ന ഒരാളിന് സാധാരണയുള്ള ഒരു ക്യാൻസറും വരികയില്ല. ഈ ജന്മനാ ക്യാൻസർ വരുന്ന ഹെറിഡിറ്ററി ക്യാൻസേഴ്സ് ഉണ്ട്. അപ്പനും വല്യപ്പനും എല്ലാം കുടലിന് ക്യാൻസർ വരുന്ന ഒരാൾക്ക് കൊച്ചുമോനും കുടലിന് ക്യാൻസർ വരാം. ഇങ്ങനെ ജനറ്റിക്കലി സ്പെസിഫൈഡ് ക്യാൻസർ ഒഴിച്ചുള്ള സാധാരണ ക്യാൻസറുകൾ വരുന്നത് വളരെ കുറവാണ്. എന്റെ കൂടെ പഠിച്ച സുഹൃത്താണ് RCCയുടെ ഡയറക്ടറായിരുന്ന സെബാസ്റ്റ്യൻ. ഞാൻ സെബാസ്റ്റ്യനോട് ചോദിച്ചു, ഈ ക്യാൻസർ വരുന്ന ആളുകളിൽ ഏറ്റവും കുറച്ച് ക്യാൻസറിന് എന്തെങ്കിലും കാറ്റഗറി ഉണ്ടോ? സെബാസ്റ്റ്യൻ പറഞ്ഞു, നെറ്റിയിൽ തഴമ്പുള്ള മുസ്ലിങ്ങൾക്ക് ക്യാൻസർ വന്നിവിടെ വരുന്നത് വളരെ അപൂർവമാണ്, വളരെ അപൂർവം. ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണ്ട. നിങ്ങൾ തന്നെ RCC പോയി, ഞാൻ പോയി പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. RCC പോയി ചുമ്മാ അവിടെ എല്ലാം കയറി ഇറങ്ങി നടന്നു നോക്കുക. നെറ്റി തഴമ്പുള്ള ഒരാളിനെ വല്ലതും കണ്ടെന്നിരിക്കും, ബാക്കി അവിടെ നെറ്റി തഴമ്പുള്ള ആളിനെ കാണുകയില്ല. കാരണം ശരിക്ക് റംസാൻ നോയമ്പ് നോക്കി നിസ്കരിക്കുന്ന ഒരാളിന് ക്യാൻസർ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടാവുന്നു, എയ്ഡ്സ് പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടാവുന്നു. അപ്പോ 1400 കൊല്ലത്തിനു മുമ്പ് ഒരു MBBS പഠിക്കാത്ത പരിശുദ്ധ പ്രവാചകൻ ഇങ്ങനെ ഒരു മെഡിക്കൽ നിയമം എങ്ങനെ കണ്ടെത്തി? ഇത് ആധുനിക ഡോക്ടർമാരെ അമ്പരപ്പിക്കുന്ന ഒരു സംഭവമാണ്.